ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീറ്റ് കട്ട്ലറ്റാണ്. എങ്ങനെ വളരെ ഈസിയായി ഒരു കട്ട്ലറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കട്ട്ലറ്റ് ചെയ്യുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോയോളം മീറ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് വേണ്ടി മഞ്ഞളും ഉപ്പും ഒരൽപ്പം ഗരം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റാണത്. അതിനോടൊപ്പം ഒരു 250 ഗ്രാമോളം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരൽപ്പം കുരുമുളക് പൊടിയാണ് നമ്മളതിൻ്റെ എരിവിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകാണ്. നമ്മൾ വീട്ടിലെ കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരൽപ്പം ഉപ്പ്, ചെറുതായി അരിഞ്ഞ മുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കട്ട്ലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. കട്ട്ലറ്റ് വറുത്തെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പോളം ബ്രെഡ് ക്രംസ്, 1 മുട്ട, 1 സ്പൂൺ കോൺഫ്ലവർ, വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ഒരു ഫുഡ് പ്രോസസ്സറിലോ മിക്സിയിലോ ഒന്ന് മിൻസ് ചെയ്തെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. സവാള തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ആറുന്ന നേരം കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് മുക്കി പൊരിക്കുവാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യണം. കോൺഫ്ലവർ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവാതിരിക്കും എണ്ണയിലേക്ക് ഇടുമ്പോൾ. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇനി കട്ട്ലറ്റിൻ്റെ മിക്സ് നമുക്ക് നല്ല ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെയായി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. നമ്മുടെ കട്ട്ലറ്റുകളെല്ലാം തന്നെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വറുത്താൽ മതി. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എടുത്ത് ഫ്രീസറിൽ ഒരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഒരല്പനേരം മുമ്പ് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വറുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നും തയ്യാറാക്കാം. നമ്മളുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കട്ട്ലറ്റുകൾ ഓരോന്നായിട്ട് വറുത്ത് കോരാം. നമ്മുടെ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഓരോന്നും വറുത്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കട്ട്ലറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.